ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയൊരു യാത്രാ വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ യാത്രാ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇത്രയും നാളും കഴിഞ്ഞ കുറേ ദിവസങ്ങൾ വീഡിയോ ഇല്ലാതിരുന്ന ആദ്യം നിങ്ങളോട് എക്സ്ക്യൂസ് പറയട്ടെ. ഡിസംബർ മാസം നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. ഡിസംബർ മാസം പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നമ്മൾ യാത്രകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും നമ്മൾ യാത്ര പോയത് മനോഹരമായ ഒരു വില്ലേജിലേക്കാണ്. വനമൊക്കെ ആയിട്ട് ചേർന്നിരിക്കുന്ന വില്ലേജിലേക്കാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ സ്ഥലം എങ്ങനെന്നൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അവിടുത്തെ ചില പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് എല്ലാവരും അവിടെ ചെന്നിട്ട് മിസ്സാക്കി പോകുന്ന കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുക, നമ്മളൊന്ന് കണ്ട് ആസ്വദിക്കുക. കുറേ നാൾ കൂടി ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ചെറിയൊരു സംഭവം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു യാത്ര എന്തുകൊണ്ടും ഒരു ഇച്ചിരി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ആവട്ടെ എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പ്രതീക്ഷ ഒട്ടും തെറ്റിയിട്ടില്ലായിരുന്നു. മനോഹരമായ യാത്രയായിരുന്നത്. അപ്പോൾ യാത്ര ഞാൻ ആസ്വദിച്ചു, നിങ്ങൾ ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കട്ടയ്ക്ക് കൂടെ നിൽക്കണം കേട്ടോ. അപ്പം നമുക്ക് വരുന്ന ആളുകളിലൊക്കെ തുടർച്ചയായിട്ട് യാത്ര ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പം കൊല്ലത്തെ ഒരു മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന കൊല്ലം സീരീസിൽപ്പെട്ട അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് കാഴ്ചകളുടെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. വായോ. ഉണ്ടാക്കി പറയാം. നെറ്റിലടിച്ചതിൻ്റെയും മണ്ണിട്ടതിൻ്റെയും പേര് കൂട്ടിയതിൻ്റെയും പൈസ ആദ്യം എടുക്കും. ഒരാടെ അണ്ടർ മാത്രമുള്ള ഇത് ഇത്ര അഡ്വഞ്ചർ ഉണ്ട് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. മനം തന്നെയല്ലേ? ഇല്ലല്ലോ, എന്തായാലും വനം തന്നെയല്ലേ? വനം എപ്പോഴും വനം തന്നെ. ചെറിയ വനമായാലും വലിയ വനമായാലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ വണ്ടികളോട് ഇല്ലെങ്കിൽ ടവറുണ്ട്, ടവർ. വെള്ളം തോന്നുന്നു, ഇവിടെ വരെ വെള്ളം തോന്നുന്നു. വനമേഖല മാത്രമാണ് അഴുക്കായിട്ട് കിടന്നത്. പള്ളി ഏതാ? പള്ളി ഏതാ പള്ളി? കോൺസ പള്ളി പേരില്ല. അപ്പൊ എന്തോ ആദ്യം വായിച്ചെന്ത്?
ജംഗ്ഷൻ. തരവാ തരാവോ അല്ലേ? നല്ല റോഡല്ലേ, യൂറോപ്യൻ അല്ലേ? ആഫ്രിക്ക എന്തോ ഏവിയേഷൻ. ഈ എന്താന്ന് സൂക്ഷിക്കാനാ? അതിനാ അവനാണെങ്കിൽ പോലും എന്റെ ക്യാമറ കൊണ്ട് ഞാൻ പോവേ. ഇനി അവനാണെന്നിരിക്കട്ടെ, എന്റെ ക്യാമറ കൊണ്ട് ഞാൻ പോകത്തില്ല. അവൻ മാറ്റിപ്പറമ്പിലെ അവനല്ലേ അല്ലേ? അവനെപ്പോ വരവോ? അണിവേ സൂപ്പറാകാം. വഴിന്ന് പറയുമ്പോ തെന്മൽ ചെന്നിട്ടാണ് ഇതിൽ നമ്മൾ വരുന്നത്. തെന്മൽ ചെന്നിട്ട് ഇതിലെ പോയ കൊണ്ടുവരികയല്ലോ.
എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ മാമ. എനിക്ക് വീഡിയോ എഡിറ്റിങ് ഭയങ്കര പ്രയാസമാണ്. ആരും പറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനെന്താ ഈസിയായിട്ട് ചാലിയേക്കര ലോവർ പ്രൈമറി സ്കൂൾ അല്ലേ? മീറ്റർ ഓപ്ഷൻ ഒന്നുമില്ല. വെള്ളത്തിലൊന്നും ഇറങ്ങുന്നു. വെള്ളത്തിലൊന്നും ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങും. നിങ്ങൾ ഇറങ്ങപ്പ. ചാലിയേക്കര അയൺ ബ്രിഡ്ജ് അല്ലേ? ഈ ഒരു കാഴ്ച മാത്രം കണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടത്തോട് നഷ്ടമാണ്. മാമ്പഴത്തറ പോകുക പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റോട്ടല്ല അത്. വെരി ഡേഞ്ചർ വനമേഖലയാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്ങേക്കരയിലേക്ക് പോകാനുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന സാധനമാണ്. നമുക്ക് ഇവിടെ കിടന്ന് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ചാലിയേക്കര അയൺ ബ്രിഡ്ജ്. ഇതിനകത്ത് അയൺ എവിടെ? അയണാണ് മേലല്ലേ? അല്ല അയണ്. ചാലിയേക്കര അയൺ ബ്രിഡ്ജ്. ഞാൻ അല്ല ഇവിടെ നിൽക്കാം. അവർ പോയിട്ട് വരട്ടെ. ആള് കാണാം. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. നല്ല ഒലച്ചില്. എൻ്റെ പൊന്നെ. അവരക്കരെ എത്തില്ല. നമുക്ക് പോവാം. താഴോട്ട് വീണ വെള്ളം നല്ല പാലം മറിച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറയാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് പാലം ഇന്ന് കുലുക്കുന്നുണ്ട്. എല്ലാ കാര്യമുണ്ട്. പാലം കുലുക്കുന്നുണ്ട്. നീതു പിന്നലും മേളിലേതാ? കിച്ചു. മേളിൽ കിച്ചു. അത് നീതും പിന്നലും കിച്ചും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പക്ഷേ അത്ര അടില്ല. എനിക്കിത് പേടിയാ. പിടിച്ചു. അപ്പോൾ അയൺ ബ്രിഡ്ജിൽ കൂടെ ഉള്ള പോക്കുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല വെരി റിസ്ക്. നല്ല ഉരച്ചിലുണ്ട് പാലത്തിന്. ഓക്കെ, ചെറുപ്പ. ആഹാ,
നിങ്ങളവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നാൽ മതി. നിങ്ങളവിടെ നിൽക്കേ. ഇല്ലില്ല, കുലുക്കല്ലേ, എനിക്ക് നല്ല ധൈര്യമുള്ള ആളായോണ്ടേ. പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ ഇനി ഞാൻ കുലുക്കട്ടെ. എന്നാ ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന്. വേണ്ട നിങ്ങൾ വാ. നിങ്ങളെ കുലുക്കി ഇടിച്ചിട്ട് നിങ്ങളുടെ 50 ഏക്കർ വസ്തുവൊന്നും ഞാൻ എടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ചാടിക്കോ, ചാടാമല്ലോ. പിന്നെ മാമ്പഴത്തറ പോയോ നിങ്ങൾ? മാമ്പഴത്തറ ഇനി ഇവിടുന്ന് പോകണം. വനമാ, വഴിയൊന്നും കുഴപ്പമില്ല, ഇതുപോലുള്ള വഴിയാ. ആ വഴി, ആ വഴി പുനലൂർ പോവാം. തന്നെയല്ല, 1-2 പലക ചവിട്ടുണ്ടോ, പലക 1-2 ഒക്കെ പോയിരിക്കുക. അതിലേക്ക് ഇറങ്ങണ്ട. നിങ്ങളെവിടെ പോവാ? എവിടെ പോവാ? വെള്ളത്തിൽ ഇറങ്ങണോ കരയിൽ ഇറങ്ങാം? ആ നിങ്ങളിറങ്ങിക്കോ, ഞാൻ വരുന്നില്ല. എവിടെ നിന്ന് വരുന്നേ? കൊല്ലം. ആ കൊല്ലം ജില്ലയാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ അന്വേഷിച്ചു വരും, പത്തനംതിട്ട. എന്തുവാ? അതിൽ അക്കരയ്ക്ക് വരാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ഞാൻ വരുന്നില്ല. ഫോൺ പറഞ്ഞിരിക്കുന്നു ഒരു കഴുകൻ. സത്യമായിട്ടും വേണ്ടേ? കഴുകനല്ലേ അത്? വേണ്ട, ആറിൻ്റെ അവിടെ നടുക്ക്. അത് തന്നെയാണ് പറയുന്നത്, കഴുകനാണ്. അല്ല പെലിക്കൻ അല്ലേ? പെലിക്കൻ. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾ ആ മൊബൈൽ ഒന്ന് എടുത്ത്. ഇല്ല, കിട്ടത്തില്ല. ദേശാടന പക്ഷിയാ. നല്ല സൂം ലെൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. ആ അത് തന്നെ ഞാൻ പറഞ്ഞു. അപ്പുറത്ത് വേറൊന്നും ഉണ്ട് അല്ലേ? അത് ഇവിടുന്ന് വേണ്ട വരുന്നത്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ചാലയേക്കര അയൺ ബ്രിഡ്ജിനകത്താണ്. ചാലയേക്കര അയൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതാ ഈ തോടിന് കുറുകെ, ഈ ആറിന് കുറുകെ ഉള്ള ഈ അക്കരെ താമസിക്കുന്ന ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളൊരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള എന്നാൽ മനോഹരമായ ഒരു അനുഭവം നമുക്ക് അയൺ ബ്രിഡ്ജാണിത്. നല്ല ഹാങ് തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചാഞ്ചാട്ടമുണ്ട് ഈ ബ്രിഡ്ജിന്. അപ്പം ഇതിൻ്റെ നടുക്കൊക്കെ കയറി നിന്നിട്ട് നല്ല വെള്ളമുള്ളതൊക്കെ ഇതിൻ്റെ നടുക്ക് കയറിയാണ്ടല്ലോ പേടിച്ച് നമ്മൾ അല്ലേ? എന്ത് ചെയ്യും രാഷേ പേടിച്ചിട്ട്? സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഞാനില്ല മറ്റേ എന്താ പറയുക അയ്യപ്പൻ കോവിൽ ഹാങ് ബ്രിഡ്ജ് കയറിയപ്പോഴും ഇത്രയും പേടിയില്ല. കാരണം അതിന് ഇച്ചിരി കൂടെ വീതിയുണ്ട്, കൈവരിയൊക്കെ ഇച്ചിരി നല്ല ഉയർന്നതാണ്. പക്ഷേ ഇതങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഇത് പലകയാണ് എടുത്തിരിക്കുന്നത്, തേക്കിൻ്റെ പലകയൊക്കെ സ്ട്രോങ് ആണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സെൻട്രൽ ഇട്ടിരിക്കുന്ന താങ്ങിൻ്റെ അവിടെ ചവിട്ടി
പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് നിത്യം ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. നമ്മളിപ്പം വല്ലപ്പോഴും ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ട് ഇതൊക്കെ കയറി കഴിയുമ്പോൾ നമുക്കതൊക്കെ ഒരു വലിയ അതിശയമൊക്കെ ആയിട്ട് തോന്നും. ഇവിടെ ഉള്ളവർക്ക്, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ സഞ്ചാരമാർഗമായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണിത്. ആറ്റി പൊതുവെ വെള്ളം കുറവല്ലേ, ഒട്ടും വെള്ളമില്ല. പക്ഷേ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ പാലത്തിൻ്റെ തൊട്ടടിയിൽ നല്ല പാറക്കെട്ടാണ്. അപ്പം ഇവിടെ നിന്നിട്ട് അധികം സാഹസമൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മൾ ഈ ചാലിയക്കര ഹാങ്ങിങ് ബ്രിഡ്ജ്, അക്വാഡക്റ്റ്, ഇനിയിപ്പോൾ അപ്പുറത്തൊരു അക്വാഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ കുറേ നാളുമായിട്ട് ആലോചിച്ചാണ്. ഇതൊരു വനം ഏരിയ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് വനത്തിലാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ യാത്ര എത്രമാത്രം നമ്മളെ സഹായിക്കും, എത്രമാത്രം നമുക്ക് ഡേഞ്ചറാണെന്ന് അറിയില്ല. എന്തായാലും അപ്പുറത്ത് ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ വനത്തിലേക്ക് കയറുന്നുള്ളൂ. ഒരുപാട് ആനയൊക്കെ ഉള്ളു. അതായത് പണ്ടൊരു യൂട്യൂബ് ലേഡി ആനയ്ക്ക് നേരെ ഡ്രോൺ പറത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടായില്ല. ആ വിഷയത്തിൽ അവർക്കെതിരെ കേസെടുക്കുകയും യൂട്യൂബ് ചാനൽ വരെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായ കാടാണ് മാമ്പഴത്തറ. ഓർക്കുന്നു. അപ്പോൾ അവിടെ അത്ര ഡേഞ്ചറായ ഒരു സ്ഥലമാണ് അത്. പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആനകൾ, അതുപോലെ ആനകളുള്ളൊരു ഏരിയയാണ്. അച്ചൻകോവിലൊക്കെ ആയിട്ട് ചേർന്ന് കിടക്കുന്ന വനഭൂമിയാണ്. കോന്നി, തെന്മല, സെന്തുരണി അല്ലേ ഫ്രണ്ട്സ്? അപ്പം ചാലിയക്കര എന്ന ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ കാഴ്ചകൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കാം. വിശദമായ കാഴ്ചകൾ അടുത്ത ലക്കത്തിൽ കാണാം, അടുത്ത വീഡിയോ കാണാം. അപ്പം ഒരു കാരണവശാലും കാഴ്ചകൾ മിസ്സാക്കരുത്. സ്കിപ്പടിച്ച് കണ്ടവർക്കൊക്കെ നഷ്ടമായിരിക്കും ഈ വീഡിയോ. അടുത്ത വീഡിയോയും അത് തന്നെയാണ്. എല്ലാവരും കൃത്യമായ രീതിയിൽ മനോഹരമായ കാഴ്ചകൾ അടങ്ങിയിരിക്കുന്ന അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു വലിയ ബൈ.